എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 17-18 വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ന്റെ 17-18. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നതെന്ത്? നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. തനിച്ച് അല്ലെങ്കിൽ ഏകരായി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിചയപ്പെടുന്നത്. മറ്റുള്ളവരുടെ നിന്ദയിലും പഴിയിലും മനസ്സു നൊന്ത് ഏകനായി ദുഃഖിച്ചും കരഞ്ഞും സമയം ചെലവഴിച്ച കണ്ണുനീരിൻ്റെ പ്രവാചകനാണ് യിരെമ്യാവ്. ഏകനായി ദൈവസന്നിധിയിലിരുന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം അതാണെന്ന് സ്വയം മനസ്സിലാക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ 15-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ വേദഭാഗത്ത് ഏതെല്ലാം കാര്യങ്ങൾ യിരെമ്യാവ് ദൈവസന്നിധിയിൽ ചെയ്തു എന്ന് കാണാം. ഒന്ന്, അവൻ ദൈവവചനങ്ങളെ അല്ലെങ്കിൽ ദൈവവചനത്തെ കണ്ടെത്തി. 2, അവയെ ഭക്ഷിച്ചു. 3, അവയെ അവൻ്റെ ആനന്ദവും സന്തോഷവുമായി അനുഭവിച്ചു. 4, ദൈവത്തിൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നത് പദവിയായി കണ്ടു. 5, പരിഹാസികളുടെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു. വലിയവനായ ദൈവം അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഉദ്ദേശവും അവന് വെളിപ്പെടുത്തി കൊടുത്തു. പുതിയ വാഗ്ദത്തങ്ങളെ കൊടുത്തു. മറ്റൊന്ന്, ഞാൻ നിന്റെ അടുക്കൽ വരും, നീ എൻ്റെ മുൻപിൽ നിൽക്കും എന്ന് കർത്താവ് പറയുന്നു. നീ എൻ്റെ വായ് പോലെയാകും. നീ ഉറപ്പുള്ള താമ്രഭിത്തിയായി ജനത്തിൻ്റെ മധ്യേ നിൽക്കും. അവർ യുദ്ധം ചെയ്താലും നിന്നെ ജയിക്കയില്ല. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ഭയങ്കരന്മാരുടെ കയ്യിൽ നിന്നും വിടുവിക്കും. ഏകനായി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരുടെ സംസാര ശൈലിക്ക് വ്യത്യാസമുണ്ട്. ദൈവസാന്നിധ്യം അവരോട് കൂടെയുണ്ട്. അവരെ രക്ഷിക്കാനും വിടുവിക്കാനും ദൈവ സാന്നിധ്യം ജാഗരിക്കും. തനിയെ ആയിരുന്ന ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. മുഴുസമയവും ഒറ്റയാനായി കഴിഞ്ഞ ആളാണ് ഏലിയാവ്. ധൈര്യത്തോടെ ഏകനായി ഒരു രാജ്യത്തിലെ രാജാവിനും ജനങ്ങൾക്കും എതിരായി നിന്ന് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ നിവർത്തിച്ചു. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറവേറ്റി. ഒടുവിൽ അഗ്നിരഥങ്ങൾ വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഏറ്റവും നന്നായി അവസാനിച്ച ഒരു ജീവിതമായിരുന്നു ഏലിയാവിൻ്റേത്. മറ്റൊരാളിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഏകനായിരുന്ന ഹബക്കൂക്കിനെ കുറിച്ചാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. 1-ാം അധ്യായത്തിൽ അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ആവലാതികളും അവയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയും. വീണ്ടും 1-12 മുതൽ ഹബക്കൂക്കിൻ്റെ സംശയങ്ങളാണ്. തൻ്റെ ജാതിക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥത ചെയ്യുന്ന ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്ന സംശയങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി ലഭിക്കാതെ അവനൊരു തീരുമാനം പ്രസ്താവിക്കുന്നതാണ് 2-ാം അധ്യായം. 1-ാം വാക്യത്തിൽ കാണുന്ന ഏകനായി ശത്രു കാണാതെ ഒളിച്ചിരുന്ന് ഏകാഗ്രതയോടെ ദൈവത്തിൻ്റെ ഉത്തരവിനായി ദൃഷ്ടി വെക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കാനുള്ള 3 യോഗ്യതകൾ അവിടെ കാണുന്നു. അത്, 1, ഏകനായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്ക്. 2, ശത്രു കാണാതെ അവിടുത്തെ സുരക്ഷിത വലയത്തിൽ തന്നെ ഇരിക്കുന്നവർക്ക്. 3, ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുന്നവർക്ക്. ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ദൈവം മനോഹരമായ മറുപടി കൊടുത്തു. ഒരു വലിയ മർമ്മമാണ് മനസ്സിലാക്കി കൊടുത്തത്. അതായത് ദർശനം,
ഒരു പ്രത്യേക സമയത്ത് വെളിപ്പെടാനായി ഉറപ്പിച്ച് വച്ചിരിക്കുന്നു. വൈകിയാലും അത് തീർച്ചയായും സംഭവിക്കും. തുടർന്ന് ദൈവം അവന് ഒരു പാട്ട് കൊടുക്കുന്നത് ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണാം. എക്കാലത്തെയും ദൈവമക്കളുടെ ലക്ഷ്യമായിരിക്കേണ്ട വരികളോടെയാണ് അവൻ അത് അവസാനിപ്പിക്കുന്നത്. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഇത് ഹബക്കൂക്കിൻ്റെ തീരുമാനത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഭൗമികമായ മറ്റ് അനുഗ്രഹങ്ങളെല്ലാം വഴുതിപ്പോയാലും ഏകനായി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നു, ദൈവത്തിൽ ആനന്ദിക്കും എന്ന ഒരു പ്രഖ്യാപനം. എല്ലാം നമുക്ക് പ്രതികൂലമായാലും ദൈവത്തിൽ സന്തോഷം കണ്ടെത്താൻ പ്രവാചകൻ നമ്മെ അടിവരയിട്ട് ക്ഷണിക്കുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാലും നഷ്ടവും സങ്കടവും കരച്ചിലും വിലാപവും ഒക്കെ വന്നാലും ദൈവസന്നിധിയിൽ തനിച്ചിരുന്ന് ദൈവിക ദർശനത്തിൻ്റെ വലിയ ഒരു പ്രേരണയാൽ സന്തോഷിപ്പാൻ സാധിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിനായി സ്തോത്രം. രാത്രിയിൽ അടിയങ്ങളെ കാത്തു സൂക്ഷിച്ചു നിദ്രയും വിശ്രമവും നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത ദൈവിക കരുണയിലും കൃപയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാത്തവനായി അവിടെ ഞങ്ങളോട് കൂടെയുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങളുടെയും മധ്യത്തിൽ അവിടുന്ന് കൂടെയിരിക്കണമേ. ആലോചന നൽകി കർത്താവെ ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ വർഷം കർത്താവ് ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.